എല്ലാ മനപ്രേക്ഷകർക്ക് സ്വാഗതം SFCയുടെ ഫാഷൻ സെഗ്മെന്റിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ മേക്കപ്പ് ഒരു എത്തിക്സ് അല്ലെങ്കിൽ ബേസിക് മേക്കപ്പ് എന്താണെന്നുള്ളത് നമ്മളൊരു എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്താണ് ഒരു ഫീമെയിൽ മേക്കപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബേസിക് മേക്കപ്പ് പ്രിപ്പറേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു ഫീമെയിൽ മോഡലായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അതിഥി പ്രിയങ്കയാണ്. പ്രിയങ്ക, വെൽക്കം. നമസ്കാരം. പ്രിയങ്കയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയങ്ക ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്, ഒരു മോഡലാണ്, നമ്മുടെ കൊച്ചിക്കാരിയാണ്. സോ പ്രിയങ്കയുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കും. പ്രിയങ്ക, എന്താണ് പേഴ്സണൽ ലൈഫ് എങ്ങനെ പോകണം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്താ ചെയ്യുന്നത്? ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു, കൂടെ ഒരു മോഡലിംഗും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എൻട്രി പറഞ്ഞപ്പോ ഒന്ന് ട്രൈ നോക്കാന്ന് വിചാരിച്ചു വന്നു. ഒരു ഫിറ്റ്നസ് ഒരു മോഡൽ എന്ന് പറയുന്ന സമയത്ത് സ്കിന്നും കാര്യങ്ങളും ചെയ്യാൻ ഒരു ചെറിയൊരു ഹെസിറ്റേഷൻ അങ്ങനെയൊന്നും ആയിട്ടില്ല, ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ വന്നു. നമുക്കൊരു റോ സ്കിൻ തന്നെയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ബൈ ഗുഡ് വേ പ്രിയങ്ക ഹാസ് എ ഗുഡ് സ്കിൻ, നല്ല രീതിയിലുള്ള ഒരു സ്കിൻ ഉണ്ട്. നമുക്കിനിപ്പോൾ സന്ധ്യ ചേച്ചിയിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. സന്ധ്യ ചേച്ചി നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൻ്റെ ബേസിക് മേക്കപ്പ് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ള അറ്റയർ നമ്മൾ ചൂസ് ചെയ്യുന്നത് സാരിയാണ്. സാരി ഒരു കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് സാരി ഒരു എത്നിക് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞ് തരുന്നതായിരിക്കും. പക്ഷേ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ ഒരു മേക്കപ്പിനെ പറ്റിയിട്ട് പറയുമ്പോൾ? എങ്ങനെയാണ് ബേസിക്കലി ഡെയിലി ഒരു മേക്കപ്പ് ചെയ്യുന്ന റൂട്ടീനുള്ള ഒരാളാണോ? കാരണം ബൈ പ്രൊഫഷൻ നമുക്ക് ഡെയിലി പറ്റണമെന്നില്ല, കാരണം ട്രെയിനറാണ്. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മേക്കപ്പിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? എനിക്ക് സാരിയിൽ കോസ്റ്റ്യൂംസിൽ പൊതുവെ ഇഷ്ടമാണ്. പൊതുവെ മേക്കപ്പിൽ നല്ല ഗ്ലോ ആയിട്ട് നല്ല രീതിയിൽ. പക്ഷെ അത് റെഗുലറി പറ്റില്ല, ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ജോബ് റൂട്ടീനിൽ പറ്റില്ല. അപ്പം ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ചെയ്യുന്നത് കാണാൻ നല്ലൊരു രസമാണ്, ഒരു നല്ലൊരു ഫീൽ ആയിരിക്കും. പക്ഷെ നമ്മളൊരു എന്താ പറയാ, ഒരു ഹാർഡ് ഒരു റഫ് ആയിട്ടുള്ള ഒരു വർക്ക് റൂട്ടീൻ അല്ലേ. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് സ്കിൻ മെയിൻ്റെനൻസിന് ബുദ്ധിമുട്ടാവാറുണ്ടോ? കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ലൈക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടോ? ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര റഷ് ട്രാവൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ജസ്റ്റ് സൺക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പോവുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ മേക്കപ്പിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല നോർമലി. പിന്നെ അപ്പൊ ചെയ്യാനുള്ള സ്കിൻ റൊട്ടീൻസ് വല്ലതും ചെയ്യാറുണ്ടോ? കാരണം ലുക്ക് ലൈക്ക് ഒരു ഈവൻ ഗുഡ് സ്കിൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ ഉണ്ടോ? നാച്ചുറലി എങ്ങനെയാണ്? നമ്മൾ ആന്റി ഏജ് ക്രീം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ വലിയ ചെയ്യാൻ പറ്റാറില്ല. നോർമലി ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ജിം റൂട്ടീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, കേട്ടിട്ടുണ്ട് നമ്മൾ ബോഡി ഫിറ്റ് ആയി വെക്കുന്നതിനനുസരിച്ച് സ്കിന്നിൽ അതിന്റെ ഡിഫറൻസ് അറിയുന്നു പറയുന്നത്. ശരിയാണോ? അങ്ങനെ ഉണ്ടോ? ശരിയാണ്. നമ്മുടെ ഓൾറെഡി ഡയറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നല്ല വാട്ടർ കണ്ടന്റ് ഒക്കെ ബോഡിയിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ഫേസ് ഒന്നും ഗ്ലോ ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഡയറ്റ് ഒന്നും ഇല്ലാതെ വെറുതെ ഉള്ള വർക്കൗട്ട് ഒക്കെ ഹെവി ലോഡൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് ഫേസിനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്നും നല്ല അതേപോലെ തന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ബോഡി പ്രോപ്പറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ മെയിൻ ലെവലാണെങ്കിൽ നമുക്ക് ഫേസ് എന്നും ഗ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു യങ് ഗേൾസ് ആൻഡ് ബോയ്സ് അവരോട് പറയാനുള്ള ഒരു കാര്യം, അപ്പോൾ നമ്മൾ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയും ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം ഇൻസൈഡ് അല്ലേ. അപ്പോൾ ബ്യൂട്ടി പ്രിപ്പറേഷൻ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടെ. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ഇത്രയും കാലം ട്രെയിനറായി നിൽക്കുന്നുണ്ട്, യു ആർ യങ് അഗൈൻ, ഈ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അവരോട് പറയാനുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് എന്താ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യണമെന്ന് അവരുടെ മൈൻഡിൽ തോന്നിയിട്ട് അവർ ചെയ്യണം, അല്ലാതെ ഒരു ഫോഴ്സ്ഫുള്ളി ഒരാളെ കൊണ്ടും ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എക്സസൈസ്. അതിനുവേണ്ടി അവർ തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ട് വേണം അത് ചെയ്യാൻ. എന്നിട്ട് അവരുടെ അതിനുവേണ്ടി അവരെല്ലാം ത്യജിച്ച് വേണം ചെയ്യാൻ. കാരണം ഇപ്പം ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ചില ഫുഡ് കാണുമ്പോൾ നമുക്ക് അതിനോടുള്ള അതൊക്കെ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ബോഡിയോട് നമ്മൾ പ്രോപ്പറായിട്ടൊരു ബോഡി ആദ്യം ഇഷ്ടപ്പെടണം. നമ്മൾ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ഒരു നല്ല മെസ്സേജാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മോഡലും ഇന്നൊരു നല്ല ഒരു റെഫറൻസ് മോഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രിയങ്കയിലുള്ള ഒരു ചേഞ്ച്, നമുക്കൊരു മേക്ക് ഓവർ അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബേസിക് മേക്കപ്പ് എത്തിക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അത് എന്താണ്, ഏത് രീതിയിൽ വരും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ സന്ധ്യ ചേച്ചിക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം അല്ലേ പ്രിയങ്ക? പ്രിയങ്കയുടെ മേക്കപ്പിൻ്റെ സെഷനിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ SFCയുടെ സ്വന്തം സന്ധ്യ ചേച്ചി ഇവിടെ അവൈലബിൾ ഉണ്ട്. സന്ധ്യ ചേച്ചി, നമുക്ക് എങ്ങനത്തെ മേക്കപ്പാണ് പ്രിയങ്കയ്ക്ക് പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി സാരി ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സാരിക്ക് ആയിട്ടുള്ള നമുക്കൊരു മേക്കപ്പ് കൊടുക്കുക. സാരിക്ക് മാച്ച് ആയിട്ടുള്ള, എന്നാലും ഓവർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് അല്ലാതെ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു നാച്ചുറൽ മേക്കപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു സട്ടിൽ ആയിട്ടുള്ള മേക്കപ്പ് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? പ്രിയങ്കയുടെ സ്കിന്നിക്ക് നമ്മൾ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നല്ലോ
ഡെർമയുടെ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഒരു ക്രൈലോണിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്യാൻ ഇത് വേറെ പോകുന്നത്. ബ്രാൻഡാണ്. ബ്രാൻഡ്, അതായത് നമുക്ക് ഇപ്പോൾ സാധാരണക്കാരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ബ്രാൻഡ് പരിചയപ്പെടുത്തുക, അവർക്ക് മേടിക്കാല്ല, പ്രൊമോഷൻ ഒന്നുമില്ല ഇതിനകത്തൊന്നുമില്ല, പ്രൊമോഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന സാധനങ്ങൾ വാങ്ങി പോരുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന മേക്കപ്പ് കൊണ്ട് ഇന്നത് ചെയ്താൽ ഇതാണ് അവരൊന്ന് നോക്കിയിട്ട് അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്ത് കാര്യമായാലും അവരവരൊന്ന് നോക്കി പഠിച്ചതിന് ശേഷം വേണം വാങ്ങാനും ചെയ്യാനും. പക്ഷെ നമ്മളുടെ മെയിൽ മേക്കപ്പ് എനിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെർമ ചെയ്തു, ക്രൈലോണിന്റെ ഒരു പ്രോഡക്റ്റ് ഇട്ട് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ സ്കിന്നിൽ ആദ്യം അപ്ലൈ നമ്മൾ യൂഷ്വലി നമ്മളിപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ഒരു 3 to 5 minutes കൊണ്ട് ചെയ്യുന്ന ഒരു മേക്കപ്പാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കൺസീൽ ചെയ്യുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ കൊടുക്കുക, ആദ്യമേ രണ്ടാമത് കൺസീൽ ചെയ്യുക, മൂന്നാമത് ഫൗണ്ടേഷൻ കൊടുക്കുക, ലിക്വിഡ് ഫൗണ്ടേഷൻ, ഒരുപാട് സാധനങ്ങൾ ഫൗണ്ടേഷൻ തന്നെ വെറൈറ്റി സാധനങ്ങളുണ്ട്, അത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മൾ കൺസീൽ കൊടുക്കുന്നു, ഫൗണ്ടേഷൻ കൊടുക്കുന്നു, കോമ്പാക്റ്റ് പൗഡർ കൊടുക്കുന്നു. ഇത് മൂന്നും കൊണ്ട് സ്കിന്ന് നാച്ചുറൽ സ്കിന്നായിട്ട് ഈവനായിട്ട് എങ്ങനെ വരാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് കടക്കാം അല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴത്തെ പോലെ നമുക്ക് മേക്കപ്പ് സ്പോഞ്ചോ അല്ലെങ്കിൽ നമുക്ക് ബ്രഷോ യൂസ് ചെയ്യാം. ബ്രഷ് ആകുമ്പോഴത്തേക്കും PAC, യൂറോ പാരീസ്, PAC അങ്ങനെ ബ്രാൻഡായിട്ടുള്ള ബ്രഷുകളുണ്ട്. അതിൻ്റെ എങ്ങനെ ബ്രാൻഡ് പറയണമെന്ന് വെച്ചാൽ ബ്രസൽസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് നഷ്ടമായി, അതായത് ഗ്യാപ്പ് ഒന്നും വരാതെ സോഫ്റ്റായിട്ട് കിട്ടുന്നതിന്, അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു ബ്രാൻഡ് പറയുന്നത്. നമ്മളിപ്പം ക്രൈലോണിൻ്റെ ഒരു കൺസീൽ കൊടുത്തു, നമ്മൾ അടുത്തായിട്ട് ക്രൈലോണിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ നമ്മളിപ്പോൾ ഫസ്റ്റ് കൺസീലർ കൊടുത്തു, രണ്ടാമത് സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുത്തു. കൺസീലർ ഒരു ഡാർക്കും ഫൗണ്ടേഷൻ ഒരു സ്കിൻ ടോണിൻ്റെ കറക്റ്റാണ്. അപ്പോൾ കൺസീലർ കൊടുത്തപ്പോൾ സ്കിന്നിൽ മാത്രവും, ഫൗണ്ടേഷൻ കൊടുത്തത് നമ്മൾ നെക്കിലും ഇയറിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കോമ്പാക്റ്റ് പൗഡറും. നമ്മൾ സ്കിന്നിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്കിന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പുകൾ നമ്മൾ ബേസിക്കുള്ളത് കഴിഞ്ഞു. കൺസീലർ, ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് പൗഡർ. നമ്മളിപ്പോൾ ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മേക്കപ്പിലോട്ട് പോകത്തില്ല. പെൺകുട്ടി ആയതുകൊണ്ട് ഐ ഷാഡോ, ഐബ്രോസ്, അതുപോലെ ജസ്റ്റ് മൂക്കൊന്ന് ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഷ്, ഒരു ഹൈലൈറ്റർ, അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ സ്കിന്ന് ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ സ്കിന്നിന്. പിന്നെ ഉള്ളൊരു ഫീച്ചേഴ്സ്, എന്നാലും പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്കിലേക്കുള്ള ഒരു നമുക്ക് കാണാം. കോമ്പാക്റ്റ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഐ ഷാഡോ ഒന്ന് ലൈറ്റായിട്ട് ഐ ഷാഡോ ഒന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ അടുത്തതിന് ഐബ്രോ നോക്കാം. നമ്മളിപ്പോൾ ഒരു ലൈറ്റായിട്ട് കൊടുത്ത ഐ ഷാഡോ, ലോറിയൽ പാരീസിൻ്റെ ഐ ഷാഡോ കൊടുത്തു, ഐബ്രോ PACയുടെ ഐബ്രോ കൊടുത്തു, നമ്മളൊരു മസ്കാര കൊടുത്തു, ചേമ്പറിൻ്റെ ഒരു മസ്കാര കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഷുഗറിൻ്റെ ഒരു ഐലൈനർ കൊടുത്തു. അപ്പം സിമ്പിൾ മേക്കപ്പിന് ലേഡീസ് ആകുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നവരും ഉണ്ട്, ബേസ് ചെയ്താലും മതി. ലോറിയൽ പാരീസിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലിപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു ലോറിയലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡലിൻ്റെ സിമ്പിൾ ലുക്ക്. സോ നമ്മൾ ഇന്നത്തെ ഒരു ബേസിക് ഗേൾ മേക്കപ്പിൻ്റെ സെഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. സന്ധ്യ വളരെ ബ്രീഫായിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തന്നു. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് നമുക്കിവിടെ കാണുന്നത്. സോ നമുക്ക് ആദ്യം സന്ധ്യയോട് ചോദിക്കാം. സന്ധ്യ ചേച്ചി, നമുക്ക് വൈൻഡിങ് അപ്പ് സെഷനാണ്, എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിനോട്? തീർച്ചയായും ഒരു 5 മിനിറ്റ്സിനകത്തേ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ളൂ. 5 മിനിറ്റ്സ് കൊണ്ട് ഏറ്റവും വൃത്തിയായിട്ട് എങ്ങനെ ഒരു
പെൺകുട്ടിക്ക് ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചു തന്നത്. ഒപ്പം തന്നെ ആ ഒരു സാരി ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലും എല്ലാം കൂടെ വന്നപ്പോൾ സുന്ദരിയാണ്, എന്നാലും നല്ലൊരു അതിസുന്ദരിയായെന്ന് വേണമെങ്കിൽ പറയാം. പ്രിയങ്കയ്ക്ക് ഇതിനെ പറ്റി എന്താ ഇഷ്ടപ്പെട്ടോ? പ്രിയങ്ക ഒരു മേക്ക് ഓവർ എന്നല്ലല്ലോ നമ്മൾ ചെയ്തത്, നമ്മൾ ജസ്റ്റ് ഒരു മേക്കപ്പ് സെഷനാണ് ചെയ്തത്. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം ഇഷ്ടപ്പെട്ടോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതാവാൻ ടൈം ആണല്ലോ. നമ്മൾ വളരെ ക്വിക്ക് ആയിട്ടാണ് ചെയ്തത്, വളരെ ക്വിക്ക് ആയിട്ടാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി. ഞാനിങ്ങനെ എത്ര പെട്ടെന്ന് മാറ്റം നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, കാര്യം നമ്മൾ വളരെ ഷോർട്ട് ടൈമിൽ ഒരു ഹാർഡ്ലി 20 മിനിറ്റ്സ് അല്ലേ ചേച്ചി? 20 മിനിറ്റ്സ് നമ്മൾ എടുത്തോ? സ്കിന്നിനൊരു 5 മിനിറ്റ്സും സാരിക്കൊരു 5 to 8 മിനിറ്റ്സും ബാക്കി ഹെയർ സ്റ്റൈലിൽ അങ്ങനെയാണ് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മൊത്തം കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കൊക്കെ അത് വളരെ അതിശയമാണ്. എന്തായാലും പെൺകുട്ടികളായിട്ടുള്ള നമ്മുടെ ഓഡിയൻസിന് നമുക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഈ ഒരു മേക്കപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയോ, യൂസ്ഫുൾ ആയോ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, സന്ധി ചേച്ചിക്കോ എനിക്കോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അത് നിങ്ങൾക്ക് അറിയിക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ സുന്ദരിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്ക കൂടെയുണ്ട്. പ്രിയങ്കയുടെ ഒരു ഫോട്ടോഷൂട്ടോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ സൈനിങ് ഓഫ്, സന്ധി ചേച്ചി, പ്രിയങ്ക, ഷിൻലെസ് ലക്ഷ്മി, ബൈ.